നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ സുമി, എന്തു പറ്റി മോളെ? നീ ആകെ സങ്കടത്തിലാണല്ലോ. നീ വന്നു കയറിയ മുതല് നിന്നെ തന്നെ ശ്രദ്ധിക്കായിരുന്നു ഞാൻ. മൊത്തത്തിലൊരു ഉത്സാഹക്കുറവ് പോലെ. അച്ഛന് വെറുതെ തോന്നിയതോ? ഞാനതിന് നിന്നെ ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. നന്ദുവിന്റെ കല്യാണക്കാര്യത്തില് ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ നിനക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ലെന്ന് അച്ഛന് തോന്നുന്നല്ല, മനസ്സിലായി. നിന്റെ മനസ്സിൽ എന്താണെന്ന് അച്ഛന് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ചിന്തകളെ അച്ഛൻ തെറ്റു പറയുന്നില്ല. നന്ദുവിനെ കല്യാണം കഴിച്ചുവിടുന്ന കുടുംബം നല്ലതാണ്. അവിടെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ജീവിതം തന്നെയാണ് നന്ദുവിനെ കാത്തിരിക്കുന്നത്. പക്ഷേ കല്യാണ ചെറുക്കൻ ഒരു വഴിപഴച്ചവനാണ്. ഇതല്ലേ നിന്റെ പ്രശ്നം? അച്ഛൻ എത്ര കൃത്യമായിട്ട് എന്റെ മനസ്സ് വായിച്ചത്. നന്ദനെ കല്യാണം കഴിച്ചു വിടുന്ന കുടുംബം നല്ലതല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഇത്ര വേവലാതിപ്പെടില്ലായിരുന്നു. താലി കെട്ടുന്ന പുരുഷൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ അത് മതി, അത് മാത്രം മതി അച്ഛൻ. ഒരു കാര്യം മനസ്സിലാക്കണം മോളെ, ഈ അവസ്ഥയില് നമ്മുടെ നന്ദുവിനെ മറ്റാര് കല്യാണം കഴിക്കാൻ തയ്യാറാവും? നന്ദിതയ്ക്ക് മറ്റൊരു നല്ല ബന്ധം ഇനി കിട്ടാൻ പോകുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും നിധീഷിന്റെ കുഞ്ഞുമായിട്ട് അവൾക്ക് എങ്ങനെയാണ് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ കഴിയുക? അച്ഛനില്ലാത്തൊരു കുഞ്ഞുമായി ആജീവനാന്തം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ കല്യാണം തന്നെയല്ലേ മോളെ? വളരെ പെർഫെക്റ്റായ ബന്ധമൊന്നുമല്ല ഇതെന്ന് അച്ഛൻ അറിയാം. കുറ്റമറ്റതൊന്നും മനുഷ്യന് വിധിച്ചിട്ടില്ല മോളെ. ദൈവം നമുക്ക് വെച്ച് നീട്ടുന്നത് എന്താണോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. ജീവിതം അങ്ങനെയാണ് സുമി. അതുകൊണ്ട് നന്ദുവിന്റെ കാര്യത്തിൽ സന്തോഷിക്കേ നമുക്ക് മാർഗമുള്ളൂ. നിധീഷ് എത്ര മോശക്കാരനാണെങ്കിലും അവനെ നന്നാക്കി തന്റെ ജീവിതം കരിപ്പിടിപ്പിക്കേണ്ടത് ഇപ്പൊ നന്ദുവിന്റെ ഉത്തരവാദിത്വമാണ്. അതവള് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ നടക്കട്ടെ. കല്യാണത്തിന് ശേഷവും ആ കുഞ്ഞുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ അവർക്ക് ഇടവരാതിരിക്കട്ടെ ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.